വിചാരിച്ച പിള്ളേരല്ലോ. ഉപ്പ് മതി. ഇപ്പം ഇവൾ നന്നായോ എന്ന് ചോദിച്ചാൽ ഇവളിപ്പോൾ ചെറുതായിട്ട് നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നല്ലതായിട്ട് ഇപ്പോൾ കൊച്ചു പ്രതികരിക്കുന്നുണ്ട്. നേരത്തെ ഒരക്ഷരം മിണ്ടത്തില്ലായിരുന്നു, ചലനമില്ലാതെ കല്ലോ പോലൊരു നിപ്പായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നല്ലോണം ഈ കൊച്ചു പ്രതികരിക്കുന്നുണ്ട്. ഞാൻ എന്തിനും ഇല്ല എന്ന് പറഞ്ഞാൽ അവൾ ഉണ്ട് എന്ന് തന്നെ പറയും. അപ്പം ആ ഒരു ഗുണം, എൻ്റെ ഗുണം ഈ കൊച്ചിന് കിട്ടുന്നുണ്ട്. നല്ലോണം പ്രതികരിക്കും. പിന്നെ അത് തന്നെയല്ല, ഉപ്പുണ്ട് എന്ന് ഞാൻ പറയുന്നതിനകത്തിൽ അവൾ ഉപ്പില്ല അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് അവൾ മറുപടിയും പറയുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ അനുസരണശീലം വന്നിട്ടുണ്ട്, നല്ലോണം അനുസരിക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലെങ്കിൽ ചോദിക്കും, ഇങ്ങനെ ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. എന്നെ ബഹുമാനം ആണോ എന്ന് ചോദിച്ചാൽ അതോ പേടിയല്ല, എന്തായാലും ഇച്ചിരിയൊക്കെ സ്നേഹമുണ്ട്. അപ്പോൾ ഇച്ചിരി സ്നേഹവും അനുസരണയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ അത് ഒത്തിരി അവളെ ഒന്നും പറയാനൊന്നും പോകത്തില്ല. കുറച്ച് വഴക്കങ്ങ് ഒഴിവാകട്ടെന്ന് പറഞ്ഞ് ഞാൻ അധികം അവളോട് ഇതിന് ചിലത്. ഇനി എൻ്റെ മോനെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ചെറുക്കന് ജോലിക്ക് പോകാൻ വയ്യ, ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ അവന് ജോലിക്ക് പോകാൻ വയ്യ. അവനെ ഒന്ന് ജോലിക്ക് വിടണം. ഇവനിങ്ങനെ കളിച്ച് നടക്കുക. എവിടെല്ലാം ക്രിക്കറ്റ് കളിയുണ്ടോ ഫുട്ബോൾ കളിയുണ്ടോ അതിനൊക്കെ പോവുക, കൂട്ടുകാരുടെ കൂടി ഇങ്ങനെ സല്ലപിച്ച് നടക്കുക. അതൊന്ന് മാറ്റണം. അത് ഇനി അവൻ പറയുന്ന അവന് ദൈവം തമ്പുരാൻ വിചാരിച്ച് അവനെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പുന്നമോനെ ഈ പെങ്കൊച്ചിനെ ലെവലയാക്കി കൊണ്ടുവരാമെങ്കിൽ എനിക്ക് നല്ലോണം നിന്നെയാണെങ്കിൽ മര്യാദ പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിൻ്റെ പിന്നെ ഈ കൂട്ടുകെട്ടാണെങ്കിൽ കുറച്ചൊന്ന് കുറച്ചാൽ മതി, അല്ലാതുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. പിന്നെ പിള്ളേരല്ലയോ, കുറച്ച് കൂട്ടുകെട്ടൊക്കെ വേണം എന്നും പറഞ്ഞു. ഇങ്ങനെയുണ്ടോ ഒരു കൂട്ടുകെട്ട് ചെക്കൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്ന് കാര്യമാക്കി എടുക്കുക. ഇവനെ ആണെങ്കിലുണ്ടല്ലോ, ഇവനെ ഞാൻ കുറച്ച് കൊഞ്ചിച്ച്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ, എനിക്കറിയാം ഞാൻ നല്ലോണം കൊഞ്ചിച്ച് ചെറുക്കനെ. പോട്ടെ, എന്താ നമ്മുടെ കൊച്ചുങ്ങളല്ലയോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കൊഞ്ചിച്ചതായി ഇപ്പോൾ ഈ കുഴപ്പത്തിനെല്ലാം കാരണം അത്. അതുകൊണ്ടല്ലേ അവരൊരു പെണ്ണെ വിളിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ വീട്ടിൽ കയറ്റി വെച്ച് പരിപാലിച്ചെല്ലാം കൊടുക്കുന്നില്ല. അതിൻ്റെയൊക്കെയാ അതങ്ങ് മാറും. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. ചിലപ്പോൾ എന്നെ തല്ലിക്കൊന്ന് ഒരു മൂലയെ വെക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ വലുതായിട്ടൊന്നും പറയാൻ പോകത്തില്ല. എല്ലാവരും എന്നോട് പറഞ്ഞ് ഇങ്ങനെ കിടന്നുകൊണ്ട് പറഞ്ഞാലാണെങ്കിൽ പിള്ളേർ വല്ലതും ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ഏത് പിള്ളേർ, എന്നെ എന്തോ ചെയ്യാൻ? അത്രയ്ക്കുള്ള ധൈര്യമൊന്നും പിള്ളേർക്കില്ല. അതിനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ലേ. അറിയാൻ